SIT കാരണം ഒരുപാട് വൈകിപ്പോയൊരു പ്രോസസ്സ്. ഇനി തെളിവുകൾ കണ്ടെത്തുക എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു പ്രശ്നമാണ്. കേന്ദ്ര ഏജൻസിനെ എതിർത്തും ഒക്കെ നമ്മൾ നിരന്തരം റിപ്പോർട്ട് ചെയ്തതാണ്. അല്ല, ഇതിൽ സംഭവിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഈ ഓരോ ദിവസമല്ല ഓരോ മണിക്കൂർ വൈകുമ്പോൾ അത് എന്തിനാണ് അവസരമൊരുക്കുന്നത്? തെളിവ് നശിപ്പിക്കുക. അതെ, ഇല്ലേ? അല്ല, ഇതിൽ നമ്മുടെ മഹേന്ദ്രകുമാർ അദ്ദേഹം സുപ്രീം കോടതി വരെ പോയതാണ് ഈ നിയമപോരാട്ടം നടത്തി. മഹേന്ദ്രകുമാർജി ഒരിക്കൽ പറഞ്ഞൊരു കാര്യം, ഇമ്മീഡിയറ്റ് ആയിട്ട് ഇരുട്ടി വെളുക്കുന്നിടത്തോളം സമയം കൊണ്ട് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് പല നിർണായക ഫയലുകളും കാണാതായിട്ടുണ്ട്. ഇത് അദ്ദേഹം പറയുന്നത് വിദഗ്ധമായിട്ടുള്ള ഒഫീഷ്യൽ സോഴ്സസ് പ്രകാരമാണ്. അപ്പോൾ അതിനുള്ളൊരു സമയം അവർക്ക് കിട്ടുകയാണ്. ഇപ്പോഴായിരുന്നിരിക്കണമല്ലോ ഉദ്ദേശവും. തീർച്ചയായും SIT സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇതാ വീണ്ടും അടുത്ത ശങ്കർദാസ് ജാമ്യാപേക്ഷ കൊടുത്തിരിക്കുകയാണ്. ഓരോരുത്തരായി പുറത്തോട്ട് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ഇത് ആരെയാണ് ഇവർ കബളിപ്പിക്കുന്നത്? ആരെയാണ് മണ്ടന്മാരാക്കുന്നത്? ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും നിശബ്ദരാക്കാൻ കഴിയും? അല്ല, ഹൈക്കോടതിക്ക് അതുപോലെ 24 മണിക്കൂർ കമാൻഡോസിനെ അയക്കാൻ പറ്റും? എന്ത് പറയുമ്പോഴും ഹൈക്കോടതി നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണമാണ് കൃത്യമായി നടക്കുന്നത് എന്നുള്ളത്. CBI അന്വേഷണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിനെ എതിർക്കുന്നു. കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ നിവൃത്തിയില്ലാതെ ഇപ്പോൾ വഴങ്ങിക്കൊടുക്കുന്നതാണ്. പക്ഷേ ED വന്നു കഴിഞ്ഞാൽ എന്ത് അന്വേഷിക്കാൻ പറ്റും? EDയെ സംബന്ധിച്ച് പണത്തിന്റെ പോക്ക് അന്വേഷിക്കാൻ പറ്റും, ഇതിൽ കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടോ എന്ന് അറിയിക്കാൻ പറ്റും, ഇതെങ്ങോട്ടേക്ക് പണത്തിന്റെ സ്രോതസ്സും പണം പോയ വഴികളും കണ്ടെത്താൻ പറ്റും. പക്ഷേ ശബരിമലയിൽ കൊള്ള ചെയ്തത് ആരൊക്കെ ഇതിന് ഒത്താശ ചെയ്തു, എവിടേക്ക് ഇത് പോയി, എത്ര കൊള്ള നടത്തി, എന്തൊക്കെ അവിടെ നിന്ന് അടിച്ചു മാറ്റി, ഇത് അന്വേഷിക്കാനും അല്ലെങ്കിൽ ഈ പറയുന്ന ഫയലുകളിലായിരിക്കുമല്ലോ ഇതെല്ലാം ഉറങ്ങുന്നത്. തീർച്ചയായും ഇതെല്ലാം കടത്തി കഴിഞ്ഞാൽ ഇനി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇവിടെ ഫയലില്ല, ആര് കടത്തി, എപ്പോൾ കടത്തി, തെളിവുകളുടെ അഭാവം, എല്ലാ പ്രശ്നങ്ങളുണ്ട്. ഇത്രയും വർഷം മൂടിക്കിടന്നത് പുറത്തു വന്നില്ലേ? അപ്പൊ അയ്യപ്പനെ തന്നെ ശരണം പ്രാപിക്കാം. എന്തായാലും താരപ്രഭയും വരികയാണ് അന്വേഷണ വെളിച്ചത്തിലേക്ക്. വിശ്വാസം. അപ്പോ നടൻ ജയറാം വരികയാണ് EDയുടെ ചോദ്യമുനയിലേക്ക്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അല്ലെങ്കിലും ഒരു കാര്യം ഇതിൽ നിന്ന് അറിയാൻ കഴിയും. പണമിടപാട് എന്ത് നടത്തിയെന്ന് ജയറാം ഇനിയെങ്കിലും നെഞ്ചിൽ കൈവച്ച് ഭഗവാനെ സാക്ഷിയാക്കി പറയുമെങ്കിൽ എത്ര രൂപ ഇവർക്ക് കൊടുത്തു? ജയറാം കാണിച്ചതും ജയറാമിൻ്റെ എല്ലാ ഉദ്ദേശശുദ്ധിയും അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, വ്യക്തമായിട്ട് തന്നെ പറയുന്നു, ജയറാം കാണിച്ച ശുദ്ധ അബദ്ധവും മണ്ടത്തരവുമാണ്. ശബരിമലയിൽ ഇരിക്കേണ്ട ദ്വാരവിഗ്രഹപ്പാളി, ശബരിമലയിലെ സ്വർണ്ണപ്പാളി, ശബരിമലയിലെ ഈ ശ്രീകോവിലിൻ്റെ കട്ടിളപ്പാളി, ഇതൊക്കെ ഇളക്കി എടുത്തതിൽ വരുത്തിയ വീഴ്ചകൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും ഇളക്കിയെടുത്തത് അറ്റകുറ്റപ്പണിക്കാണ്. അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകുന്ന ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗമോ തിരുവാഭരണമോ എന്തോ ആയിക്കോട്ടെ, അത് എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് അവിടെ പൂജ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്ത് ചൈതന്യമാണ് കിട്ടുന്നത്? അവിടെ നിന്ന് എന്ത് അനുഗ്രഹമാണ് കിട്ടാനുള്ളത്? അത്രയും പോലും മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലാത്തതുകൊണ്ടാണ്, ഒരു മറ്റെന്തെങ്കിലും ആണ് ഇതിന് പിന്നിൽ. എന്തായാലും പണം എത്ര കൊടുത്തു എന്നുള്ളത് മാത്രമല്ല, ഞാൻ കുറച്ചുകൂടി സാർ ഇത് വളരെ എന്താ പറയുക ലളിതമായിട്ടാണ് ഉദ്ദേശിച്ചത്. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഷാർപ്പായിട്ടാണ് ചോദിക്കാനുള്ളത്. ഒരു കീഴ്ശാന്തിയായി ശബരിമലയിലെത്തിയ ഒരു മനുഷ്യൻ, അയാൾക്കും ജയറാമിനെ പോലെ ദക്ഷിണേന്ത്യയിൽ ഇത്രയും വലിയ താരപ്രഭയുള്ളൊരു നടൻ തമ്മിൽ എന്താണ് ബന്ധം? അതിന് ഒരു വ്യക്തത വരുത്തണ്ടേ? EDക്ക് അത് സാധിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കീഴ്ശാന്തിയുടെ സഹായിയെ അതെ അൺഒഫീഷ്യൽ സഹായി വിളിച്ചു, കീഴ്ശാന്തിയായിട്ട് നമ്മുടെ ആളെ കൂടെ കൊണ്ടുവരുന്നുണ്ട് സഹായിയെ. അതെ. അപ്പോൾ അത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഇത്ര വലിയ തരത്തിലേക്ക് വരുമ്പോൾ എങ്ങനെ അതിനൊരു ഉത്തരം കിട്ടണം? ചോദ്യങ്ങൾ ഒരുപാട്. തീർച്ചയായും എനിക്ക് തോന്നുന്നു രേഷ്മ തയ്യാറാണ് വിശദാംശങ്ങൾ കൃത്യമായി നൽകാൻ. രേഷ്മ, ED കൃത്യമായി തന്നെ പിടിമുറുക്കുമ്പോൾ ഇതിന് വ്യക്തത വരുത്തേണ്ട ലളിതമായൊരു ചോദ്യം ഇത് മാത്രമാണ്. എന്താണ് പോറ്റിയും ജയറാമും തമ്മിലുള്ള ബന്ധം? അതെ ശ്യാം, EDയുടെ അന്വേഷണം ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ദ്രുതഗതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നേരത്തെ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ആയിട്ടുള്ള ജയശ്രീ ഉൾപ്പെടെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. ഇനിയുള്ളത് ജയറാമാണ്. ജയറാമിന് കഴിഞ്ഞയാഴ്ചയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ സമൻസ് നൽകിയത്. ഹാജരാകുമോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയൊന്നും വന്നിട്ടില്ല. ഇന്നാണ് ഹാജരാകേണ്ട തീയതി. ജയറാമിനെ നേരത്തെ SIT സംഘം ചോദ്യം ചെയ്തിരുന്നതാണ്. ആ സമയത്ത് ജയറാം നൽകിയ മൊഴി
ഉണ്ണികൃഷ്ണൻ പോറ്റി തന്റെ വീട്ടിൽ വെച്ച് ഈ സ്വർണ്ണപ്പാളികൾ പൂജ ചെയ്തിരുന്നു. അതിൽ ഉൾപ്പെടെ താൻ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം. പക്ഷേ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളൊന്നും തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് താൻ നടത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു SIT സംഘത്തിന് നടൻ ജയറാം നൽകിയിട്ടുള്ള മൊഴി. ഇക്കാര്യത്തിൽ ഒരു വ്യക്തത തേടിക്കൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ED നടത്തുന്നത്. അതായത് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് മൊഴി രേഖപ്പെടുത്തണം. ഒപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ ഇടപാടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് നടൻ ജയറാം നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ വ്യക്തത തേടുന്നത്. മാത്രവുമല്ല, നേരത്തെ ജയറാം തന്നെ സമ്മതിച്ചിരുന്നു തന്റെ വീട്ടിൽ വെച്ച് ഈ സ്വർണ്ണപ്പാളികൾ പൂജ ചെയ്തിരുന്നു എന്ന കാര്യത്തിൽ. പക്ഷേ ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ഇപ്പോഴും EDക്ക് ചില സംശയങ്ങൾ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജയറാമിന് സമൻസ് അയച്ചിട്ടുള്ളത്. എന്തായാലും ഹാജരാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയൊന്നും തന്നെ ഇതുവരെ ഈ ഘട്ടത്തിൽ വരെ വന്നിട്ടില്ല. എന്തായാലും ഈ ഒരു കേസിൽ ED ജയറാമിനെ സാക്ഷിയാക്കാനായിട്ടുള്ള നീക്കങ്ങൾ ഒരുപക്ഷെ നടത്തിയേക്കും. കാരണം പ്രാഥമിക വിവരശേഖരണത്തിൽ ജയറാമിന് നേരിട്ട് തന്നെ ഈ സംഭവത്തിലൊന്നും തന്നെ ബന്ധമില്ല എന്നാണ് നിലവിൽ ലഭിച്ചിട്ടുള്ള തെളിവുകൾ പ്രകാരം ഉള്ള നിഗമനം. അതുകൊണ്ട് തന്നെ സാക്ഷിയാക്കിക്കൊണ്ട് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളൊരു ഘട്ടത്തിലേക്കായിരിക്കും ED കടക്കുക. അതിന് പക്ഷേ ചില പ്രൊസീജിയറൊക്കെ ഉണ്ട്, നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥരായിരിക്കും ഇത് സംബന്ധിച്ചുള്ള തീരുമാനത്തിലേക്ക് ഒക്കെ തന്നെ കടക്കുക. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണ്ണപ്പാളികൾ വെച്ച് നടത്തിയ പൂജയിൽ അടക്കം നടൻ ജയറാമും അതോടൊപ്പം തന്നെ വീരമണി രാജുവും പങ്കെടുത്തിരുന്നു. അതുകൂടാതെ തന്നെ ചെന്നൈയിൽ ഈ പറയുന്ന നടൻ ജയറാമിന്റെ വീട്ടിലെത്തിച്ച് ഈ പുതുക്കി പണിത കൊണ്ടുവന്ന ദ്വാരപാലക പാളികൾ അത് പൂജ നടത്തിയിരുന്നു. ഇത്തരത്തിൽ 2 പൂജകളിലും ജയറാം പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടില്ല എന്നുള്ള നടന്റെ മൊഴി വിശ്വാസത്തിലെടുത്തിട്ടില്ല ED. അത് പക്ഷേ കൃത്യമായിട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് സാക്ഷിയാക്കിക്കൊണ്ട് കൂടുതൽ തെളിവുകൾ കൂടി EDക്ക് ശേഖരിക്കേണ്ടി വരും. എന്തായാലും ഇന്നാണ് നടൻ ജയറാം ഹാജരാകേണ്ടത്. നേരത്തെ ശ്യാം പറഞ്ഞതുപോലെ തന്നെ EDയുടെ കുരുക്ക് മുറുകുകയാണ്. ED വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഈ അന്വേഷണവുമായിട്ട്. അതായത് കൂടുതൽ പേരെ ചോദ്യം ചെയ്യുക, സാമ്പത്തിക ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് നേരത്തെ ശ്രീ പ്രദീപ് ചൂണ്ടിക്കാണിച്ചതുപോലെ ജയശ്രീയുടെ ബന്ധം. ഈ വിഷയത്തിൽ മുരാരി ബാബുവിലേക്കാണ് ഈ അപ്ലിക്കേഷൻ വരുന്നത്. മുരാരി ബാബു അത് നേരെ അടുത്ത ആൾക്ക് കൊടുക്കുന്നു. അദ്ദേഹം അത് നേരെ ബോർഡിന്റെ പരിഗണനയ്ക്ക് കൊടുക്കുന്നു. ബോർഡിന്റെ പരിഗണനയിലുള്ള ഈ ഉത്തരവ് കൃത്യമായി തന്നെ എഴുതി അത് തയ്യാറാക്കി ഇത് പുറപ്പെടുവിച്ചത് മുൻ ദേവസ്വം സെക്രട്ടറിയായ ജയശ്രീയാണ്. പക്ഷെ ഇന്നലെ ഇത്രയും സമയത്ത് എനിക്ക് തോന്നുന്നു ഏതാണ്ട് 8 മണിക്കൂറിലധികമാണ് ED ഓഫീസിൽ ജയശ്രീ ചോദ്യം ചെയ്യലിന് ഹാജരായത്. പക്ഷേ ജയശ്രീയുടെ മൊഴി വിശ്വാസത്തിലെടുക്കാൻ ED തയ്യാറായിട്ടില്ല. അതെന്തുകൊണ്ടാണെന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ഈ പ്രോസസ്സിൽ എവിടെയോ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്, ജയശ്രീക്ക് പങ്കുണ്ട്. അത് പറയുന്നുമില്ല. അല്ലെങ്കിൽ എന്തിനും ഇതിൽ ഒരു കാര്യം കൂടി ഇത് പറഞ്ഞതുകൊണ്ട് രേഷ്മ അവിടെ ഉണ്ടെന്നറിയാം. വളരെ നിഷ്കളങ്കരാണ് എല്ലാവരും. ഞങ്ങളുടെ മുന്നിലൊരു കടലാസ് വന്നു, ഞങ്ങൾ ഒപ്പിട്ടു. ഞങ്ങളുടെ മുന്നിലൊരു കടലാസ് വന്നു, ഞങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞു. ശബരിമലയിലെ ഒരു വാല്യുബിളും തിരുവാഭരണമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒന്നും അറ്റകുറ്റപ്പണിക്കായി സന്നിധാനത്തു നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ വേണം അറ്റകുറ്റപ്പണി നടത്താൻ. ഇതിനപ്പുറം എന്തെങ്കിലും വേണമെങ്കിൽ അതിന് അനുമതി നേടാനുള്ള കൃത്യമായ ചട്ടവട്ടം അവിടെയുണ്ട്. പ്രൊസീജിയർ ദേവസ്വം മാനുവലുണ്ട്. 2 ചെമ്പുപാളിയും സ്വർണം പൂശിയതോ പ്ലേറ്റ് ചെയ്തോ എന്തോ ആയിക്കോട്ടെ, അതും തമ്മിൽ ഒരു വ്യത്യാസവും അറിഞ്ഞില്ല എന്ന് മാത്രമല്ല വളരെ വിദഗ്ധമായി സ്വർണം എന്നുള്ളത് അവിടെ നിന്നേ മായ്ക്കുന്നു കടലാസിൽ. എന്നിട്ട് അതിലെല്ലാവരും ഒപ്പിടുന്നു. എല്ലാവരും നിഷ്കളങ്കരായി പുറത്തേക്ക് പോകുന്നു. ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നു. ആരെയാണ് കബളിപ്പിക്കുന്നത്? അതാണ് മനസ്സിലാക്കാൻ പറ്റാതെ.